നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നടൻ ദിലീപ്. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതിന് പിന്നാലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നടൻ ദിലീപ്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഇന്ന് വെളുപ്പിനെയാണ് ദിലീപ് ക്ഷേത്രത്തിലെത്തിയത്. ഒറ്റയ്ക്കായിരുന്നു ദർശനത്തിനെത്തിയത്. ക്ഷേത്രത്തിൽ വഴിപാടായി പൊന്നിൻകുടം സമർപ്പിച്ചാണ് നടൻ പ്രാർത്ഥിച്ചത്. ഈ വർഷം ഏപ്രിലിലും രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദിലീപ് ദർശനം നടത്തിയിരുന്നു. ക്ഷേത്രത്തിലെത്തിയ ദിലീപ് പൊന്നിൻകുടം വെച്ച് അന്നും പ്രാർത്ഥിച്ചിരുന്നു. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലും ദിലീപ് എത്തിയിരുന്നു. ത്രികാലപൂജ, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി അടക്കം പ്രത്യേക വഴിപാടുകൾ നടത്തിയാണ് ദിലീപ് മടങ്ങിയത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി തൂത്തുവാരുമെന്ന് പന്തയം. തോറ്റതോടെ മീശ വടിച്ച് ബാബു വർഗീസ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ UDF അധികാരത്തിൽ വന്നപ്പോൾ പന്തയം വെച്ച പ്രകാരം മീശ വടിച്ച് LDF പ്രവർത്തകൻ. LDF ജയിക്കുമെന്ന് പറഞ്ഞ് പന്തയം വെച്ച് ബാബു വർഗീസ് വാക്കുപാലിച്ചു. മീശ വടിക്കലും ഒരു കുപ്പിയുമായിരുന്നു പന്തയം. UDF എങ്ങനെ നഗരസഭ തൂത്തുവാരിയെന്ന് മനസ്സിലാകുന്നില്ലെന്നും LDFന്റെ മികച്ച ഭരണമായിരുന്നുവെന്നും ബാബു പറഞ്ഞു. ജനം പ്രബുദ്ധരാണ്. എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് കേൾക്കും. പ്രതികരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചതോടെ പ്രതികരണവുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനം പ്രബുദ്ധരാണെന്നും എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് കേൾക്കുക തന്നെ ചെയ്യുമെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. ഫേസ്ബുക്ക് പേജിലൂടെയാണ് രാഹുൽ പ്രതികരണം നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയ കുന്നത്തൂർമേട് വാർഡിലും കോൺഗ്രസ് ആണ് വിജയിച്ചത്. 15 ദിവസത്തെ ഒളിവു ജീവിതത്തിന് ശേഷം വോട്ട് ചെയ്യാനാണ് രാഹുൽ പൊതുമധ്യത്തിലേക്ക് എത്തിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രക്ഷോഭാണ് ജയിച്ചത്. സ്ഥാനാർത്ഥി ഒളിവിലാണ്. എന്നിട്ടും ജനം കൈവിട്ടില്ല. ഫ്രഷ് കട്ട് കേസ് പ്രതി ജയിച്ചു. കട്ടിപ്പാറയിൽ വിവാദമായ ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സമരത്തിൽ പ്രതിയായി ഒളിവിൽ പോവുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്ത സൈനുൽ അബീദിന് വിജയം. നേരിട്ട് ഒരു ദിവസം പോലും പ്രചാരണത്തിനിറങ്ങാതെ ആബീദ് 225 വോട്ടുകൾക്കാണ് സൈനുൽ ആബിദിന് എന്ന ബാബു കുടുക്കിൽ ജയിച്ചത്. താമരശ്ശേരി പഞ്ചായത്തിലെ 11ാം വാർഡായ കരിങ്ങമണ്ണയിലായിരുന്നു ബാബു IUML സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഇവിടെ താമരശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുല്ലങ്ങോട് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. പേരിന് പോലുമില്ലാതെ LDF. എറണാകുളത്ത് 12 നഗരസഭകളിലും UDFന് സർവാധിപത്യം. എറണാകുളം ജില്ലയിലെ 13 നഗരസഭകളിലെയും തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ LDFന് കനത്ത തിരിച്ചടി. ഒരിടത്തും LDFന് വിജയിക്കാനായില്ല. 12 നഗരസഭകളിൽ UDF ഭരണം ഉറപ്പിച്ചപ്പോൾ തൃപ്പൂണിത്തറയിൽ LDFൽ നിന്നും NDA അട്ടിമറി വിജയത്തിലൂടെ ഭരണം പിടിച്ചെടുത്തു. 12 നഗരസഭകളിലെയും വിജയത്തിലൂടെ UDF സർവാധിപത്യം തുടരുകയായിരുന്നു. മൂവാറ്റുപുഴ, ആലുവ, അങ്കമാലി, ഏലൂർ, കളമശ്ശേരി, കോതമംഗലം, നോർത്ത് പറവൂർ, പെരുമ്പാവൂർ, പിറവം, തൃക്കാക്കര, മരട്, കൂത്താട്ടുകുളം എന്നീ 12 നഗരസഭകളിലും UDF വിജയിച്ചു. തൃപ്പൂണിത്തറയിൽ NDAയും വിജയിച്ചു.